UGC നെറ്റ് സൈക്കോളജി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരുപാട് ഭാഗങ്ങൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത പ്രധാനപ്പെട്ടൊരു ഭാഗമാണ് ഷെഡ്യൂൾഡ് ഒപ്പറൻറ്റ് കണ്ടീഷനിങ്, ഷെഡ്യൂൾ റീഇൻഫോഴ്സ്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കൺസെപ്റ്റ്. ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നൊരു ടേമാണ്. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. വൺസ് കോംപ്ലെക്സ് ബിഹേവിയേഴ്സ് ആർ ലേൺഡ്, they can be maintained using different schedules of reinforcement. Which of the scheduled products of higher response rate? ഇവിടെ ഷെഡ്യൂൾസ് ഓഫ് റീഇൻഫോഴ്സ്മെൻറ്റിനെ കുറിച്ചാണ് പറയുന്നത്. ഇത് BF സ്കിന്നറിൻ്റെ ഒപ്പറൻറ്റ് കണ്ടീഷനിങ് എന്ന് പറഞ്ഞ കൺസെപ്റ്റിൽ നിന്ന് എടുത്തിട്ടുള്ളൊരു ചെറിയ പാർട്ടാണ്. അപ്പോൾ നമുക്കിത് മൊത്തത്തിൽ ഒന്ന് നോക്കാം. എന്താണ് ഒപ്പറൻറ്റ് കണ്ടീഷനിങ്, BF സ്കിന്നർ എന്താ പറയുന്നത്, ഷെഡ്യൂൾസ് ഓഫ് റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നൊക്കെ നമുക്ക് നോക്കാം. നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത്, നമ്മൾ നെറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ ക്വസ്റ്റ്യനും ആൻസറും അതിൻ്റെ വിശദീകരണവും മാത്രം നോക്കാതെ അതുമായി ബന്ധപ്പെട്ട തിങ്കേഴ്സ് ആരൊക്കെയാണ്, അതുമായി ബന്ധപ്പെട്ട തിയറി, ഏത് തിയറിയുടെ ബേസിലാണിത് പറഞ്ഞിട്ടുള്ളത്, ആ തിയറി എന്താണ്, അങ്ങനെ അതുമായി കണക്ട് ചെയ്തിട്ടുള്ള മറ്റ് തിയറികൾ ഏതൊക്കെയാണോ ഒക്കെ വിശദമായിട്ട് നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ കൺസെപ്റ്റ് ക്ലാരിറ്റി കിട്ടുകയും ചെയ്യും. കമ്പയർ ചെയ്ത് പഠിക്കുന്നത് കൊണ്ട് എക്സാമിന് നമുക്ക് വളരെ എളുപ്പത്തിൽ ആൻസർ ചെയ്യാൻ പറ്റും. കമ്പയർ ചെയ്ത് പഠിക്കുകയാണ് നെറ്റിന് ഏറ്റവും എളുപ്പത്തിൽ നെറ്റ് ക്ലിയർ ചെയ്യാനുള്ള ഒരു പ്രധാനപ്പെട്ട മാർഗം. കമ്പയർ ചെയ്ത് പഠിക്കുകയാണ്. അപ്പോൾ ഒന്നിലധികം തിയറികൾ കമ്പയർ ചെയ്ത് പഠിക്കുമ്പോൾ നമുക്ക് ഓപ്ഷന് വരുമ്പോൾ പെട്ടെന്ന് നമുക്ക് അത് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ഒറ്റ തിയറി മാത്രമായിട്ട് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ വരും. ഈ തിയറിയും മറ്റു തിയറിയും തമ്മിലുള്ള ബന്ധം എന്താണ്, വ്യത്യാസം എന്താണെന്നൊക്കെ ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ കമ്പയർ ചെയ്യുന്ന പഠിക്കുന്നത് ഏറ്റവും ബെറ്ററാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒപ്പറൻറ്റ് കണ്ടീഷനിങ് എന്താണെന്ന് നോക്കാം. ഒപ്പറൻറ്റ് കണ്ടീഷനിങ് ഒന്നും വിശദമായിട്ട് ഈ ക്വസ്റ്റ്യനിൽ പറയില്ല. നമ്മൾ അതിൻ്റെ ഒരു ഷോർട്ട്, അതിൻ്റെ ഉള്ളിലുള്ള ഒരു ഭാഗമാണ് നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ വന്നിട്ടുള്ളൂ. മൊത്തത്തിൽ നോക്കാം. ഒപ്പറൻറ്റ് കണ്ടീഷനിങ് ഇത് BF സ്കിന്നറിൻ്റെ ഒരു തിയറിയാണ്. ഓരോ ആക്ഷൻസും നമ്മുടെ ബിഹേവിയറിനൊക്കെ കാരണം അതിൻ്റെ കോൺസിക്വൻസസ് ആണ്. ഓക്കെ, നമ്മൾ ഒരു ബിഹേവിയർ ചെയ്തു, ഒരു കാര്യം ചെയ്തു, അതിന് നമുക്ക് റിവാർഡാണ് കിട്ടിയതെങ്കിൽ നമ്മൾ വീണ്ടും അത് ചെയ്യും. പണിഷ്മെൻ്റാണ് കിട്ടിയതെന്ന് വെച്ചാൽ നമ്മളത് പിന്നെ ചെയ്യാതിരിക്കും. അപ്പോൾ ഒരു ബിഹേവിയർ, അതിൻ്റെ കോൺസിക്വൻസ്, അതിന് ശേഷമാണ് ഫർദർ ആക്ഷൻ ഉണ്ടാവുക. അതായത് നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിലും അതിൻ്റെ കോൺസിക്വൻസസിൻ്റെ ബേസിലായിരിക്കും പിന്നീട് അത് ചെയ്യണോ വേണ്ടേ നമ്മൾ തീരുമാനിക്കുക. അതിനാണ് ഒപ്പറൻറ്റ് കണ്ടീഷനിങ് എന്ന് വളരെ സിമ്പിളായിട്ട് പറയുക. വിശദമായിട്ട് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത്രയൊന്നും നോക്കണ്ട. ഈ കൺസെപ്റ്റ് ഇത്ര മാത്രം മനസ്സിലാക്കിയാൽ മതി. ജസ്റ്റ് ഒരു ലൈനായിട്ട് ഇവിടെ എഴുതിയിടാം. അവർ ആക്ഷൻസ് ആർ ഷേപ്ഡ് ബൈ their consequences. ഇപ്പം നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരാൾ ഒരു കാര്യം ചെയ്തു, ഒരു നല്ല പ്രവൃത്തി ചെയ്തു. അപ്പോൾ ആളുകൾ എന്ത് ചെയ്തു, അവരെ ഇഷ്ടപ്പെട്ടു, അവരെ അഭിനന്ദിച്ചു. അത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് എന്ത് ചെയ്യും, ആ വ്യക്തിക്ക് ആ കാര്യം ചെയ്യാൻ വീണ്ടുമുള്ള ടെൻഡൻസി ഉണ്ടായിരിക്കും. അത് ഏതുവരെ ചെയ്യും, ആ റിവാർഡ് കിട്ടുന്നത് വരെ എന്ത് ചെയ്യും, ആ വ്യക്തി അത് ചെയ്യും. ഈ കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ BF സ്കിന്നറാണ്. ഇതിൻ്റെ ഒരു ലൂപ്പ് പറയുകയാണെങ്കിൽ, ബിഹേവിയർ
ബിഹേവിയർ കോൺസിക്വൻസ് ഫർദർ ആക്ഷൻ, ഫ്യൂച്ചർ ആക്ഷൻ. പ്രധാനമായിട്ടും ഇദ്ദേഹം എന്താണ് നാല് തരത്തിലുള്ള റീഇൻഫോഴ്സ്മെൻറ്റിനെ കുറിച്ച് ഇദ്ദേഹം പറയുന്നുണ്ട്. കോൺസിക്വൻസസിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇവിടെ 4 തരത്തിലുള്ള കോൺസിക്വൻസസ് ഉണ്ടെന്ന് ആര് പറയുന്നുണ്ട്? ഒരു ബിഹേവിയർ 4 തരത്തിലുള്ള കോൺസിക്വൻസസ് ഉണ്ടായിരിക്കും. അത് പ്രധാനമായിട്ടും ഒന്ന് റീഇൻഫോഴ്സ്മെൻറ്റ്, മറ്റൊന്ന് പണിഷ്മെൻ്റ് ആണ്. 2 കാറ്റഗറിയാണ് വരുന്നത്. രണ്ടിലും 2 സബ് കാറ്റഗറികളുണ്ട്. നോക്കാം. രണ്ട് മെയിൻ കൺസെപ്റ്റുകളാണ് ഇതിലുള്ളത്. ഒന്ന് റീഇൻഫോഴ്സ്മെൻറ്റ്. നമ്മളെ ക്വസ്റ്റ്യനിൽ കണ്ടിട്ടുള്ള ഷെഡ്യൂൾസ് ഓഫ് റീഇൻഫോഴ്സ്മെൻറ്റ് ഇതിൽ വരുന്നതാണ് റീഇൻഫോഴ്സ്മെൻറ്റ്. രണ്ടാമതാണ് പണിഷ്മെൻറ്റ്. റീഇൻഫോഴ്സ്മെൻ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ബിഹേവിയർ വീണ്ടും നമ്മൾ ചെയ്യാനുള്ള ടെൻഡൻസി കാണിക്കും. അതിനാണ് റീഇൻഫോഴ്സ്മെൻ്റ് എന്ന് പറയാം. ടു ഇൻക്രീസ് ബിഹേവിയർ. റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു ബിഹേവിയർ വന്നു, അതിൻ്റെ കോൺസിക്വൻസസ് റീഇൻഫോഴ്സ്മെൻ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അത് വീണ്ടും ആ പ്രവൃത്തി വീണ്ടും ചെയ്യും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് പറയാം, എന്താണ്, 10ാം ക്ലാസ്സിൽ നല്ല മാർക്കോടുകൂടി ഞാൻ പാസ്സായി. അപ്പോൾ എനിക്ക് എന്ത് ചെയ്തു? നാട്ടിൽ ഒരു സ്വീകരണമൊക്കെ തന്നു, എൻ്റെ ഫോട്ടോ ഒക്കെ ഫ്ലെക്സ് ആക്കിയിട്ട് വെച്ചു. അപ്പോൾ അതെനിക്കിതൊരു പോസിറ്റീവായിട്ടുള്ള ടെൻഡൻസി ഉണ്ടാവും, പഠിക്കണം എന്നുള്ള ടെൻഡൻസി ഉണ്ടാവും. അപ്പോൾ വീണ്ടും ഞാൻ +2 നല്ല മാർക്കോടുകൂടി പാസ്സാവും. അതൊരു തരത്തിലുള്ള റീഇൻഫോഴ്സ്മെൻ്റ് ആണ്. ആ ബിഹേവിയർ, അത് കാരണം ഉണ്ടാവുന്ന കോൺസിക്വൻസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ബിഹേവിയർ ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി മറ്റൊന്ന് പണിഷ്മെൻറ്റ്. പണിഷ്മെൻറ്റ് ഉദ്ദേശിക്കുന്നത് ആ ബിഹേവിയർ ഡിക്രീസ് ചെയ്യുക എന്നുള്ളതാണ്. ടു ഡിക്രീസ് എ ബിഹേവിയർ. നമ്മൾ പഠിച്ചത് തന്നെയാണ് സംഭവം. സിമ്പിളായിട്ടുള്ളൊരു കൺസെപ്റ്റ്. ഇടയ്ക്കിടയ്ക്ക് ഈ ടോപ്പിക്ക് എക്സാമിന് ചോദിക്കാറുണ്ട്. ഇതല്ലെങ്കിൽ വേറൊരു വശം. ഇദ്ദേഹത്തിൻ്റെ BF സ്കിന്നറിൻ്റെ ക്വസ്റ്റ്യൻസ് ഭൂരിഭാഗം ചോദ്യപേപ്പറിലും കാണുന്നൊരു ടോപ്പിക്കാണ്. അപ്പോൾ നമുക്ക് ഇതെന്താണെന്ന് വിശദമായിട്ട് നോക്കാം. ഡിക്രീസ് ബിഹേവിയർ എന്ന് പറഞ്ഞാൽ എന്താ? ശരിക്കും ഒരു ബിഹേവിയർ, അതിന് പണിഷ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അത് ഡിക്രീസ് ചെയ്യും എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ എന്ത് ചെയ്തു? ഹെൽമെറ്റ് വെക്കാതെ വണ്ടി ഓടിച്ചു. വണ്ടി ഓടിക്കുന്ന സമയത്ത് പോലീസ് കൈ കാട്ടി എനിക്ക് ഫൈൻ തന്നു. ഫൈൻ തന്നപ്പോൾ ഞാൻ എന്ത് സംഭവിച്ചു? ഓട്ടോമാറ്റിക് ഞാൻ ആ ബിഹേവിയർ ഒഴിവാക്കുകയാണ് ചെയ്തത്. കാരണം ഒരു പണിഷ്മെൻ്റാണ് അത്. അതിൻ്റെ കോൺസിക്വൻസസ് ബിഹേവിയർ ഡിക്രീസ് ചെയ്യുകയാണ്. ഫർദർ ആക്ഷൻ പിന്നീട് എന്ത് ചെയ്യില്ല? ആ പ്രവർത്തനം ചെയ്യൂല. ഓക്കെ, ഇനി നമുക്കിതിനെ ഒന്നുകൂടെ ഷോർട്ടായിട്ടൊന്ന് നോക്കാം. റീഇൻഫോഴ്സ്മെൻറ്റ്. നമ്മൾ റീഇൻഫോഴ്സ്മെൻറ്റിനെ കുറിച്ചാണ് പറയുന്നത്. ഫസ്റ്റ് റീഇൻഫോഴ്സ്മെൻറ്റ് പ്രധാനമായിട്ടും 2 തരത്തിലുണ്ട്. ഇപ്പം ടോട്ടൽ നമ്മൾ 4 എണ്ണമാണ് പറഞ്ഞത്. അതിൽ 2 കാറ്റഗറിയിൽ വരുന്ന 2 എണ്ണങ്ങളാണ്. റീഇൻഫോഴ്സ്മെൻറ്റിൽ പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ്. പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക? ഒരു പ്രവർത്തനം ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? ഒരു റിവാർഡ് കൊടുക്കുക. അതിനാണ് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയാം. ഒരാൾ ഒരു കാര്യം ചെയ്തു, ആ ചെയ്ത പ്രവൃത്തിക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ഒരു സമ്മാനം കൊടുത്തു. അത് എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരാൾ എന്ത് ചെയ്തു? നമ്മളൊരു കയ്യിൽ 1,00,000 രൂപ നമ്മൾ
നമ്മളെ കയ്യിലുണ്ടായിരുന്നു, നമ്മൾ നടന്നു പോകുന്ന സമയത്ത് നമ്മൾ അത് മിസ്സായിപ്പോയി. അപ്പോൾ വേറൊരാളത് കണ്ട ആൾ നമ്മളെ അത് തിരിച്ചേൽപ്പിച്ചു. അപ്പോൾ നമ്മൾ അയാൾക്ക് ഒരു 500 രൂപ കൊടുത്തു. അത് ശരിക്കും എന്താണ്, അയാൾ ആ പ്രവൃത്തി വീണ്ടും ചെയ്യാനും അയാളെ ബിഹേവിയറിനെ എൻകറേജ് ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മളത് കൊടുക്കുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കും? അപ്പോൾ നമ്മൾ ബിഹേവിയറിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്തു? പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് സംഭവിച്ചു. പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് സംഭവിക്കുമ്പോൾ വീണ്ടും ഫർദർ ഭാവിയിൽ എന്ത് ചെയ്യും? അയാൾ ആക്ഷൻ ആ കാര്യം പിന്നെയും ചെയ്യും. അപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ആഡിങ് എ റിവാർഡ്, അല്ലെങ്കിൽ നമുക്ക് വേറൊരു ഇങ്ങനെ പറയുകയാണെങ്കിൽ വെൻ വി ഗിവ് സംതിങ് ഗുഡ്, അല്ല ഡു സംതിങ് ഗുഡ്, ഇങ്ങനെ എക്സാം ഇങ്ങനെ ഇതാ, യു ഗിവ് സംതിങ് ഗുഡ് ടു encourage the behavior. ഒരു ബിഹേവിയർ എൻകറേജ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും കാര്യം കൊടുത്തു. ഒരു എക്സാം, ഇത് ഇമ്പോർട്ടൻ്റ് ആയൊരു ഭാഗം കേട്ടോ, നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് ഈ എന്താണ് ഈ ഒപ്പറൻറ്റ് കണ്ടീഷനിങ് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കണതാണ്, ശരിക്കും ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയണത്. ഒരു എക്സാമ്പിൾ വേണമെങ്കിൽ, എക്സാമ്പിൾ നിങ്ങൾക്ക് അറിയാലോ, പറയേണ്ട ആവശ്യമില്ല, വേണമെങ്കിൽ ജസ്റ്റ് ഒരു എക്സാമ്പിൾ എഴുതിയേക്കാം. നമ്മളെന്താ ഇപ്പോൾ പറയുക, ഒരു എന്താണ് ഒരു ഡോഗിന് ഇരിക്കുന്ന സമയത്തൊക്കെ ഡോഗിന് ഒരു ട്രീറ്റ് കൊടുക്കുക. അപ്പോൾ ഡോഗ് എന്ത് ചെയ്യും? ഇരിക്കും, ട്രീറ്റ് കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ തൊട്ട് മുമ്പിൽ ഒരു എക്സാമ്പിൾ പറഞ്ഞല്ലോ, ക്യാഷ്, നമ്മൾ സ്വർണ്ണമാല നഷ്ടപ്പെട്ടു, അപ്പോൾ ഒരാൾ നമ്മളെ തിരിച്ചേൽപ്പിച്ചു, അപ്പോൾ നമുക്ക് ഇത് ചെയ്ത ആൾക്കൊരു സമ്മാനം കൊടുത്തു. അതൊക്കെ റീഇൻഫോഴ്സ്മെൻറ്റിൽ വരും. എക്സാമ്പിൾ അത് മതി. രണ്ടാമത് ബി ആണ്. റീഇൻഫോഴ്സ്മെൻറ്റിലെ രണ്ടാമത്തത് ബി. അതിൽ വരുന്നതാണ് എന്ത്? നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ്. ചിലപ്പോൾ ഈ റീഇൻഫോഴ്സ്മെൻറ്റുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ഈ പ്രാവശ്യവും പ്രതീക്ഷിക്കാം. ഒന്നുകിൽ പോസിറ്റീവ്, നെഗറ്റീവ്, അങ്ങനെ ഏതെങ്കിലും റീഇൻഫോഴ്സ്മെൻറ്റ് ചിലപ്പോൾ ചോദിച്ചുകൂടായില്ല. നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ബിഹേവിയർ എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യം എടുത്ത് ഒഴിവാക്കി കൊടുക്കുക. അപ്പോൾ അതായത് ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ ആ കാര്യം ചെയ്തതിൻ്റെ ഫലമായിട്ട് നെഗറ്റീവായിട്ടുള്ള ഒരു പ്രയാസമുള്ള ഒരു സിറ്റുവേഷൻ എന്ത് ചെയ്യുക? നമ്മൾ മാറ്റി നിർത്തുക. അപ്പോൾ ഫോർ എക്സാമ്പിൾ, നിങ്ങളിപ്പോൾ പുതിയ മോഡൽ കാറുകളൊക്കെ ഇറങ്ങുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, സീറ്റ് ബെൽറ്റ് ഇട്ടില്ലെങ്കിൽ ഒരു ബീപ്പ് സൗണ്ട് ഉണ്ടാവും. സീറ്റ് ബെൽറ്റ് എപ്പോൾ നമ്മൾ ഇടുന്നോ അപ്പോൾ ആ ബീപ്പ് സൗണ്ട് ഓട്ടോമാറ്റിക് ഓഫ് ആവും. പഴയ വണ്ടികളിലൊന്നുമില്ല, അപ്പോൾ പുതിയതായിട്ട് ഇറങ്ങുന്ന വണ്ടികളിലൊക്കെ നമുക്കത് കാണാം. ചില വണ്ടികളിൽ, അതായത് നമ്മൾ വാഹനത്തിൽ കയറിയിരുന്നു, ഫ്രണ്ട് സീറ്റിലുള്ള രണ്ടാളും സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ലെങ്കിൽ ഒരു ബീപ്പ് സൗണ്ട് ഇങ്ങനെ കേൾക്കും. അപ്പോൾ ഈ എപ്പോഴാണോ നമ്മൾ ഈ വണ്ടിയിൽ സീറ്റ് ബെൽറ്റ് ഇട്ടത് ആ സമയത്ത് ബീപ്പ് സൗണ്ട് ഓഫ് ആവും. അപ്പോൾ ഈ ബീപ്പ് എന്ന് പറയുന്ന സൗണ്ട് ശരിക്ക് ഒരു നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻ്റ് ആണ്. സീറ്റ് ബെൽറ്റ് ഇടുക എന്ന ബിഹേവിയറിനെ എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇങ്ങനെ പറയാം, യു ടേക്ക് away something annoying. Or unpleasant to encourage the behavior. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത്, നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ബാഡ് എന്ന അർത്ഥത്തിലല്ല കേട്ടോ. ഇവിടെ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം കുറക്കുക എന്ന ഉദ്ദേശത്തിലാണ് നെഗറ്റീവ് എന്ന് പറഞ്ഞത്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അപ്പോൾ നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യം റീഇൻഫോഴ്സ് ചെയ്യില്ല ഇവിടെ ചെയ്യുന്നത്.
ഒരു നെഗറ്റീവ് തെറ്റായ ഒരു കാര്യം ഒഴിവാക്കുക എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിച്ചത്. അപ്പോൾ നമ്മൾ സീറ്റ് ബെൽറ്റ് ഇടാതിരിക്കുക എന്നതിന് സീറ്റ് ബെൽറ്റ് ഇടുക എന്ന പ്രവണതയിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടാണ്. അല്ലാതെ നെഗറ്റീവായിട്ടുള്ളൊരു കാര്യം എന്താണ് നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള റീഇൻഫോഴ്സ്മെൻ്റ് അല്ല. ഇത് കൺഫ്യൂഷൻ ഉണ്ടാക്കും. അപ്പോൾ നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഓപ്ഷനിൽ നമുക്ക് തരും ഒരു മദ്യപാനം നിലനിർത്താൻ ഒരാൾ മദ്യം കഴിച്ചു കഴിഞ്ഞാൽ ഒരാളെ സമ്മാനം കൊടുത്തു. അപ്പോൾ നമുക്ക് ആ വ്യക്തിക്ക് മദ്യം കഴിക്കാനുള്ള ടെൻഡൻസി വീണ്ടും ഉണ്ടായിരിക്കും. അത് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻ്റ് ആണോ? അങ്ങനെ ചോദിച്ചാൽ അങ്ങനെയല്ല. നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ടാവും, ഒരു റിവാർഡ് തരും. അത് നമ്മൾ ഒഴിവാക്കാനുള്ള പ്രവണതയെ കൂട്ടും. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബീപ്പ് സൗണ്ട്, വാഹനത്തിൽ സീറ്റ് ബെൽറ്റ് ഇടാതിരിക്കുക എന്ന പ്രവണത നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ടാവും, ആ സൗണ്ട് പോവും, നമുക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. ഇതൊക്കെ റീഇൻഫോഴ്സ്മെൻറ്റിൽ വരുന്നതാണ്. ഇനി നമ്മൾ പണിഷ്മെൻറ്റ് നോക്കാം. പണിഷ്മെൻറ്റ് ഇതേപോലെ തന്നെ 2 ഭാഗങ്ങളായിട്ടുണ്ട്. പണിഷ്മെൻറ്റ് അതിൽ എ ആണ് പോസിറ്റീവ് പണിഷ്മെൻറ്റ്. നമ്മളെന്തെങ്കിലും ഇഷ്ടമില്ലാത്ത ശരിയല്ലാത്തൊരു കാര്യം നമ്മൾ എന്ത് ചെയ്യുക, കൊടുക്കുക, ഒരു ബിഹേവിയർ കൊടുക്കാൻ വേണ്ടി കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ആഡിങ് പെനാൽറ്റി. ഫോർ എക്സാമ്പിൾ പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. അപ്പോൾ നമ്മൾ ആ ബിഹേവിയർ സ്റ്റോപ്പ് ചെയ്യും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് ഫീസ് അടക്കുന്ന സമയത്ത് ഇപ്പോൾ കോളേജിൽ അല്ലെങ്കിൽ നമ്മൾ പഞ്ചായത്തിൽ എന്തുണ്ടാവും, നികുതി അടക്കാം, അല്ലെങ്കിൽ കറണ്ട് ബില്ല് നോക്കാം. കറണ്ട് ബില്ല് അടക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഒരു നിശ്ചിത ഡേറ്റ് തരും അല്ലേ. ഇപ്പോൾ ഇന്ന ഡേറ്റിനുള്ളിൽ നിങ്ങൾ കറണ്ട് ബില്ല് അടച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഫൈൻ വരും. അപ്പോൾ എന്ത് ചെയ്യും, അപ്പോൾ ഈ പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ആ ബിഹേവിയർ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കാര്യം നമ്മൾ ആഡ് ചെയ്യാണ്. അപ്പം നമ്മൾ ഇങ്ങനൊരു ഫൈൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഈ നെഗറ്റീവ് ഈ പണിഷ്മെൻറ്റ് കൊടുക്കുന്നതോടുകൂടി, പണിഷ്മെൻ്റ് അല്ല, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുന്നതോടുകൂടി നമ്മൾ ആ ബിഹേവിയർ സ്റ്റോപ്പ് ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ ക്ലാസ്സിൽ സംസാരിക്കുകയാണ്, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അത് ഓട്ടോമാറ്റിക് നമ്മൾ സ്റ്റോപ്പ് ചെയ്യും. ആഡിങ് പെനാൽറ്റി എന്ന് സിമ്പിളായിട്ട് ഇതിന് പറയാം. ആഡിങ് പെനാൽറ്റി. ഓക്കെ, ഇവിടെ ഒരു ബിഹേവിയർ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പണിഷ്മെൻ്റാണ് ഇവിടെ കൊടുക്കുന്നത്. ഓക്കെ, ഇവിടെ നേരത്തെ നമ്മൾ പറഞ്ഞ ഇവിടെ നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം നിലനിർത്താൻ വേണ്ടിയിട്ട്, ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള എൻകറേജ്മെൻ്റ് ആണ് ഈ നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ. ഇവിടെ പോസിറ്റീവ് പണിഷ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഉള്ള പണിഷ്മെൻ്റ് ആണ്. അപ്പോൾ ഇതിന് സിമ്പിളായിട്ട് നമുക്ക് ഒരു സെൻറ്റൻസ് പറയുകയാണെങ്കിൽ, യു അപ്ലൈ സംതിങ് unpleasant to stop behavior. എന്തെങ്കിലും ഒരു ബിഹേവിയർ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും ഇഷ്ടമില്ലാത്തൊരു കാര്യം ചെയ്യാം. അതിനാണ് അൺപ്ലസൻറ്റ് ബിഹേവിയർ അല്ല പോസിറ്റീവ് പണിഷ്മെൻ്റ് എന്ന് പറയാം. ഇനി ഇതേപോലെ തന്നെ മറ്റൊന്നാണ് ബി, നെഗറ്റീവ് പണിഷ്മെൻറ്റ്. നെഗറ്റീവ് പണിഷ്മെൻറ്റ് ഒരു ബിഹേവിയർ ഇല്ലാതാക്കാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും പ്രിവിലേജ് എടുത്ത് കളയാം, എന്തെങ്കിലും നിലവിലുള്ള എന്തെങ്കിലും കാര്യം എടുത്ത് കളയാം. അപ്പോൾ നമ്മൾ ഒരു ബിഹേവിയർ സ്റ്റോപ്പ് ചെയ്യാൻ ഒരു എക്സാമ്പിൾ പറയുകയാണ്. അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് അല്ലെങ്കിൽ എക്സാമിന് മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ
കുട്ടിയുടെ അടുത്ത് മൊബൈൽ ഫോൺ വാങ്ങി വെക്കുക. അപ്പോൾ 10ാം ക്ലാസ് എക്സാം നടക്കുകയാണ്. അപ്പോൾ എന്താണ് മിഡ് ടേം എക്സാമിൽ കുട്ടിയുടെ മാർക്ക് കുറഞ്ഞു. അപ്പോൾ കുറഞ്ഞ സമയത്ത് അതിനൊരു പണിഷ്മെൻ്റ് ആയിട്ട് എന്ത് ചെയ്തു, കുട്ടിയുടെ ഒരു മൊബൈൽ ഫോൺ കയ്യിൽ നിന്ന് വാങ്ങി വെച്ചു. അത് ശരിക്കും എന്താണ്, എന്തെങ്കിലും നമ്മൾ ഒരു ബിഹേവിയർ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു പണിഷ്മെൻറ്റ് കൊടുക്കുകയാണല്ലോ. ഫോൺ ഉപയോഗിക്കണ്ട, അല്ലെങ്കിൽ ഇനി TV കാണണ്ട, അങ്ങനെ പറയുമ്പോൾ അത് ഒരു നെഗറ്റീവ് പണിഷ്മെൻ്റാണ്. നമ്മൾ ഒരു ബിഹേവിയർ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും നല്ല കാര്യം വാങ്ങി വെക്കുക. ഒരു എക്സാമ്പിൾ ഇവിടെ എഴുതാം. യു ടേക്ക് അവേ something. Good. To stop the behavior. അതാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇവിടെ എന്താണ്, ഈ 4 കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ, ഇവിടെ കൺഫ്യൂഷൻ ഉണ്ടാവരുത്. ഇവിടെ പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ആഡ് എ റിവാർഡാണ്. നമ്മളൊരു കാര്യം റിവാർഡ് ആഡ് ചെയ്യാണ്, അതിലൂടെ എന്ത് ചെയ്യും, ബിഹേവിയർ ഇൻക്രീസ് ചെയ്യും. നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റിൽ നമ്മൾ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് റിമൂവ് ചെയ്യാണ്, ഒരു ഹസിൽ റിമൂവ് ചെയ്യാണ്, അപ്പോൾ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക് ബിഹേവിയർ ആഡ് ചെയ്യും. ഇവിടെ പോസിറ്റീവ് പണിഷ്മെൻറ്റിൽ നമ്മളൊരു പെനൽറ്റി ആഡ് ചെയ്യാണ്. പെനൽറ്റി ആഡ് ചെയ്ത് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റും പോസിറ്റീവ് പണിഷ്മെൻറ്റും നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റും മാറിപ്പോരുത് കേട്ടോ. ഈ നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഹസിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് നമ്മൾ റിമൂവ് ചെയ്യാണ്. ഇവിടെ പോസിറ്റീവ് പണിഷ്മെൻറ്റിൽ നമ്മളൊരു പെനൽറ്റി ആഡ് ചെയ്യാണ്. പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റിലും നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റിലും നമ്മൾ ബിഹേവിയർ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണെങ്കിൽ, പോസിറ്റീവ് പണിഷ്മെൻറ്റിലും നെഗറ്റീവ് പണിഷ്മെൻറ്റിലും ഒരു ബിഹേവിയർ ഡിക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ് നമ്മൾ ചെയ്യുന്നത്. പോസിറ്റീവ് പണിഷ്മെൻറ്റിൽ നമ്മൾ പെനൽറ്റി ആഡ് ചെയ്യും, നെഗറ്റീവ് പണിഷ്മെൻറ്റിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു പ്രിവിലേജ് റിമൂവ് ചെയ്യും. അതാണ് ഇതിൽ വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ, ഇദ്ദേഹത്തിൻ്റെ ഈ ഷെഡ്യൂൾസ് ഓഫ് റീഇൻഫോഴ്സ്മെൻറ്റ് പ്രധാനമായും 2 തരത്തിലുണ്ട് എന്നാണ് ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഇതൊരു വലിയ കൺസെപ്റ്റാണ്, കുറേ കാര്യങ്ങൾ ഇതിൽ തന്നെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാം ഒന്നും പഠിക്കണില്ല. ഈ ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് നമ്മളിന്ന് ജസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. ഇദ്ദേഹത്തിന് പ്രധാനമായിട്ട് 2 തരത്തിലുള്ള ഷെഡ്യൂൾസ് ഓഫ് റീഇൻഫോഴ്സ്മെൻറ്റ്. ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ ഷെഡ്യൂൾസ് ഓഫ് റീഇൻഫോഴ്സ്മെൻറ്റിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഷെഡ്യൂൾസ്, അതിൽ 2 തരത്തിലുള്ള ഷെഡ്യൂൾസ് ഓഫ് റീഇൻഫോഴ്സ്മെൻറ്റുകളുണ്ട്. ഷെഡ്യൂൾസ് ഓഫ് റീഇൻഫോഴ്സ്മെൻറ്റ്. ഷെഡ്യൂൾസ് ഓഫ് റീഇൻഫോഴ്സ്മെൻറ്റ് ക്വസ്റ്റ്യനിലുള്ള ഭാഗമാണ് ഷെഡ്യൂൾസ് ഓഫ് റീഇൻഫോഴ്സ്മെൻറ്റ്. ഷെഡ്യൂൾസ് ഓഫ് റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് എങ്ങനെയാണ് നമ്മളൊരു ബിഹേവിയറിന് റിവാർഡ് കൊടുക്കേണ്ടത്. അപ്പോൾ റീഇൻഫോഴ്സ്മെൻറ്റ്, പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റും നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റും ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ അത് എങ്ങനെയാണ്, എപ്പോഴാണ് റിവാർഡ് കൊടുക്കേണ്ടതെന്ന് വിശദീകരിക്കുന്നതാണ് ഷെഡ്യൂൾസ് ഓഫ് റീഇൻഫോഴ്സ്മെൻറ്റ് പറയുന്നത്. അത് പ്രധാനമായിട്ടും അതിൻ്റെ പാറ്റേൺ, ടൈം, ഇതിൻ്റെ ബേസിൽ 4ആയിട്ട് ഡിവൈഡ് ചെയ്യാം. 4 തരത്തിലുണ്ട്. ഒന്ന് ഫിക്സഡ് ഷെഡ്യൂള്, വേരിയബിൾ ഷെഡ്യൂള്, ഇൻ്റർവൽ ഷെഡ്യൂള്, റേഷ്യോ ഷെഡ്യൂള്. ഈ ക്വസ്റ്റ്യൻ ഇതാണ്. ക്വസ്റ്റ്യൻ ശരിക്കും ശ്രദ്ധിക്കണം. once complex behavior are learned, they can be maintained using different schedules of reinforcement. Which type of reinforcement produce high response rate? താഴെ പറയുന്ന ഷെഡ്യൂൾസ് ഓഫ് റീഇൻഫോഴ്സ്മെൻറ്റിൽ ഏത് ഷെഡ്യൂൾസ് ഓഫ് റീഇൻഫോഴ്സ്മെൻ്റ് ആണ് നല്ല പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യാൻ സാധ്യതയുള്ള, ഹൈ റെസ്പോൺസ് റേറ്റുള്ള
ഷെഡ്യൂൾസ് ഓഫ് റീഇൻഫോഴ്സ്മെൻറ്റ് ഏതാണ്. അപ്പോൾ ഷെഡ്യൂൾസ് ഓഫ് റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഒരു കൺസെപ്റ്റ് നമ്മൾ എന്താണ് കുറേ ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുക എന്നുള്ളതല്ല, ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ അനലൈസ് ചെയ്യണം എന്നും കൂടിയാണ് ഇതിൽ നമ്മൾ വിശദീകരിക്കുന്നത്. അപ്പോൾ നമ്മൾ കുറേ ഒരു ദിവസം നമുക്ക് വേണമെങ്കിൽ നമുക്ക് എല്ലാ ചോദ്യങ്ങളും ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വേണമെങ്കിൽ 1 മണിക്കൂർ 2 മണിക്കൂർ നമുക്ക് ഡിസ്കസ് ചെയ്യാം. പക്ഷെ അങ്ങനെയല്ല, നമ്മളെ നെറ്റിൻ്റെ പാറ്റേൺ അങ്ങനെയല്ല. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നമ്മളെ മനസ്സിൽ നിൽക്കില്ല, ഇതേ ക്വസ്റ്റ്യൻ ഒരിക്കലും വരില്ല. നെറ്റ് എന്ന് പറഞ്ഞാൽ മറ്റ് നമ്മളെ PGൻ്റെ ഡിഗ്രി എക്സാമുകളെ പോലെയല്ല. അവരൊരിക്കലും എന്ത് ചെയ്യില്ല, ചോദിച്ച ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇടയ്ക്ക് ചോദിച്ചുകൂടായില്ല, എന്നാലും സാധ്യത വളരെ കുറവാണ്. അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് എന്ത് ചെയ്യുക, ആ ചോദ്യപേപ്പർ പ്രിപ്പയർ ചെയ്യുക. പക്ഷേ നമുക്ക് ഈ പാറ്റേൺ വെച്ച് അനലൈസ് ചെയ്യാൻ പറ്റും. ഈ എക്സാം ഓരോ അധ്യാപകരായിരിക്കുമല്ലോ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഇടുക. ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്ന അധ്യാപകർക്ക് താല്പര്യമുള്ള ഓരോ മേഖലകളുണ്ടായിരിക്കും. എല്ലാ അധ്യാപകരും എല്ലാ മേഖലയിലും എക്സ്പേർട്ട് ആയിരിക്കില്ല. ഇതിലുള്ള അധ്യാപകരുണ്ടാവും ഒരു നിശ്ചിത, നമുക്കറിയാം. ഇപ്പോൾ ഞാനിപ്പോൾ ഒരു PhD ചെയ്തത് സോഷ്യൽ സൈക്കോളജിയിലാണെന്ന് കരുതുക. അപ്പോൾ ആ സോഷ്യൽ സൈക്കോളജി മേഖലയിൽ എക്സ്പേർട്ടായ അധ്യാപകനാണ് അത് എങ്കിൽ അയാളുടെ മേഖല ആ ഏരിയ ആയിരിക്കും. അപ്പോൾ ഈ ചോദ്യപേപ്പർ ഇടുന്ന അധ്യാപകൻ്റെ മനസ്സിലുള്ള കൺസെപ്റ്റ് ഇപ്പോൾ റീഇൻഫോഴ്സ്മെൻറ്റ്, അപ്പോൾ അയാൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അയാൾക്ക് നല്ല ധാരണ ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് ഈ ചോദ്യം ഇട്ടത്. അതുപോലെ കുറേ അധ്യാപകർ അവരുടെ മേഖലകൾ ഏതൊക്കെയാണ്, അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഏരിയ മൊത്തം കവർ ചെയ്യാൻ പറ്റും. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന രീതി. JRF കിട്ടിയാൽ നമ്മളെ കോളേജിലുള്ള ഒരുപാട് പേർക്ക് നെറ്റും JRF ഒക്കെ കിട്ടിയവരുണ്ട്. അവരിത് ക്ലിയർ ചെയ്തൊരു മെത്തേഡാണെന്ത്, സാധാരണഗതിയിൽ കോളേജ് ഇഷ്ടം പോലെ ആളുകൾ ഇപ്പോൾ PG കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നെറ്റ് ക്ലിയർ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവർ ചെയ്യുന്നത് ശരിക്കും എന്ത് ചെയ്യില്ല, യൂണിറ്റ്സ് ഒന്നും പഠിക്കില്ല. യൂണിറ്റ്സ് ജസ്റ്റ് നമ്മൾ PGക്ക് പഠിച്ച ധാരണ തന്നെ ഓൾറെഡി ഉണ്ട്. അത് വെച്ചിട്ട് എന്ത് ചെയ്യും, ഇങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ ഇൻഡെപ്തായിട്ട് ഇങ്ങനെ അനലൈസ് ചെയ്യാം. അപ്പോൾ ഇതിൽ നമുക്ക് എല്ലാ കൺസെപ്റ്റുകളും ഒരു 5 കൊല്ലത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ തന്നെ മൊത്തം നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. അത് നമ്മളെ യൂണിറ്റ്സിൽ നമുക്ക് സിലബസിൽ തരാത്ത കാര്യങ്ങളായിരിക്കും എന്ത് ചെയ്യുക, നമുക്ക് ഇങ്ങനെ പഠിക്കുമ്പോൾ കിട്ടുക. മറ്റേത് ഈ ജനറലായിട്ടുള്ള മൊത്തത്തിലുള്ള ഒരു ഓവർവ്യൂ മാത്രമേ നമുക്ക് യൂണിറ്റ്സ് നോക്കിയാൽ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് തിരിച്ചു വരാം. ഷെഡ്യൂൾസ് ഓഫ് റീഇൻഫോഴ്സ്മെൻറ്റ്, ഇത് ഒരു തരത്തിലുള്ള റൂൾ ബുക്കാണ് നമുക്ക് പറയാം. ബേസിക്കലി എ റൂൾ ബുക്ക് ദാറ്റ് ഡിസൈഡ് when and how often a behavior will be rewarded. ഒരു ബിഹേവിയറിന് എപ്പോഴാണ്, അതുപോലെ എങ്ങനെയാണ് റിവാർഡ് കൊടുക്കേണ്ടതെന്നാണ് ഈ ഷെഡ്യൂൾസ് ഓഫ് റീഇൻഫോഴ്സ്മെൻറ്റ് പറയുന്നത്. പ്രധാനമായിട്ടും 2 തരത്തിലാണ് ഈ റീഇൻഫോഴ്സ്മെൻ്റ് ഉള്ളത്. ഒന്ന് കണ്ടിന്യൂസ് റീഇൻഫോഴ്സ്മെൻറ്റ്, മറ്റൊന്നാണെന്ത്, പാർഷ്യൽ റീഇൻഫോഴ്സ്മെൻറ്റ്. കണ്ടിന്യൂസ് റീഇൻഫോഴ്സ്മെൻറ്റും പാർഷ്യൽ റീഇൻഫോഴ്സ്മെൻറ്റും ഉണ്ട്. കണ്ടിന്യൂസ് റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ എഴുതാം, ഓരോ പ്രാവശ്യം ഒരു പ്രവൃത്തി ചെയ്യുമ്പോഴും അപ്പോഴൊക്കെ എന്ത് ചെയ്യാം, റിവാർഡ് കൊടുക്കുക. അതിനാണ് കണ്ടിന്യൂസ് റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയാം. യു ഗിവ് reward every single time the behavior happens. ഒരാൾ പറയണം, ഒരു കാര്യം ചെയ്യണം. ഇപ്പോൾ ഒരു കുട്ടി
പാസ്സാവുക, എക്സാമിന് പാസ്സാവുന്ന സമയത്തൊക്കെ എന്തെങ്കിലും സമ്മാനങ്ങൾ കൊടുക്കുക. അപ്പോൾ കണ്ടിന്യൂസ് റീഇൻഫോഴ്സ്മെൻറ്റ്, എപ്പോൾ പാസ്സായാലും അപ്പോഴൊക്കെ സമ്മാനങ്ങൾ കിട്ടും. അപ്പോൾ എന്താണ്, ആ കാര്യം ചെയ്യാനുള്ള ടെൻഡൻസി ആ വ്യക്തിക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ ഇനിയും കിട്ടും, അപ്പോൾ ഇനിയും പാസ്സാവുമ്പോൾ ഇനിയും കിട്ടും. അങ്ങനെ എന്ത് ചെയ്യും, ഇതിനെ കണ്ടിന്യൂസ് റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയും. ഇത് കിട്ടുന്നത് വരെ എന്ത് ചെയ്യും, ആ വ്യക്തി ബിഹേവിയർ ചെയ്തുകൊണ്ടിരിക്കും. കിട്ടാതെ വരുന്ന സമയത്ത് ആ ബിഹേവിയർ എന്ത് ചെയ്യും, സ്റ്റോപ്പ് ചെയ്യും. രണ്ടാമതായി വരുന്ന മെയിൻ കാറ്റഗറിയാണത് പാർഷ്യൽ റീഇൻഫോഴ്സ്മെൻറ്റ്. പാർഷ്യൽ റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ചില എപ്പോഴും സമ്മാനങ്ങൾ കൊടുക്കില്ല, റിവാർഡുകൾ കൊടുക്കില്ല. ഒരു നിശ്ചിത സമയത്ത് മാത്രമാണ് എന്താണ് റിവാർഡുകൾ കൊടുക്കുള്ളൂ. ഇത് ആളുകൾ കൂടുതൽ എന്ത് ചെയ്യും, ഇൻട്രസ്റ്റിംഗ് ആക്കും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഞാൻ ലോട്ടറി എടുത്തു. എല്ലാ പ്രാവശ്യം ലോട്ടറി എടുക്കുമ്പോഴും എനിക്ക് സമ്മാനം കിട്ടില്ലല്ലോ. എപ്പോഴും ഇടക്കിടക്ക് കിട്ടും, ചിലപ്പോൾ കിട്ടില്ല. അപ്പോൾ അതെന്ത് ചെയ്യും, ഈ കണ്ടിന്യൂസ് റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ സമ്മാനം പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് കിട്ടിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, സ്റ്റോപ്പ് ചെയ്യും. പാർഷ്യൽ റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കിട്ടും, ചിലപ്പോൾ കിട്ടില്ല. അല്ലെങ്കിൽ ഒരു പ്രാവശ്യം കിട്ടും, പിറ്റത്തെ പ്രാവശ്യം കിട്ടില്ല. അപ്പോൾ നമുക്ക് ഇനിയും കിട്ടുമെന്ന പ്രതീക്ഷയിൽ നമ്മളത് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അതാണ് ഈ പാർഷ്യൽ റീഇൻഫോഴ്സ്മെൻറ്റ് പ്രധാനപ്പെട്ട പ്രത്യേകത. ഗിവ് റിവാർഡ്സ് only some of the time. നമ്മുടെ ആൾക്കാർക്ക് എന്ത് ചെയ്യും, ഇൻട്രസ്റ്റ് കൂടുതലായിരിക്കും. ആളുകൾ എന്ത് ചെയ്യും, ഇൻട്രസ്റ്റഡ് ആയിരിക്കും. ഇപ്പോൾ പാർഷ്യൽ റീഇൻഫോഴ്സ്മെൻറ്റിൽ വരുന്ന 4 തരത്തിലുള്ള റീഇൻഫോഴ്സ്മെൻ്റ് ആണ് ഈ ക്വസ്റ്റ്യനിൽ പറയുന്ന ഫിക്സഡ് ഷെഡ്യൂളും, വേരിയബിൾ ഷെഡ്യൂളും, ഇൻ്റർവൽ ഷെഡ്യൂളും, റേഷ്യോ ഷെഡ്യൂളും. ശരിക്കും നമുക്ക് ഈ ഷെഡ്യൂളുകൾ എന്താണെന്ന് മാത്രം വിശദീകരിച്ചാൽ മതി. അങ്ങനെ വരുമ്പോൾ നമുക്ക് കൺസെപ്റ്റ് ക്ലാരിറ്റി ഉണ്ടാവില്ല എന്ന് കരുതിയിട്ടാണ് നമ്മളെ വളരെ ബാക്കിലേക്ക് പോയിട്ട് വിശദീകരിച്ചത്. ഈ ഓപ്പറൻ്റ് കണ്ടീഷനിങ് എന്ന് പറഞ്ഞാൽ കുറച്ച് വലിയൊരു കൺസെപ്റ്റാണ്. അപ്പോൾ ഈ പാർഷ്യൽ റീഇൻഫോഴ്സ്മെൻറ്റിനെ നമുക്ക് എന്ത് ചെയ്യാം, 2ആയിട്ട് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. 2 അല്ല 4ആയിട്ട് നമുക്ക് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. അവ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. പാർഷ്യൽ റീഇൻഫോഴ്സ്മെൻറ്റ്, പാർഷ്യൽ റീഇൻഫോഴ്സ്മെൻറ്റ്. അപ്പോൾ നമ്മൾ ഈ പാർഷ്യൽ റീഇൻഫോഴ്സ്മെൻറ്റ് നേരത്തെ പറഞ്ഞത് വീണ്ടും എന്ത് ചെയ്യണം, 4ആയിട്ട് കാറ്റഗറൈസ് ചെയ്യണം. 4 ഈ ചോദ്യപേപ്പറിൽ തന്നിട്ടുള്ള 4 ഫിക്സഡ് ഷെഡ്യൂള്, വേരിയബിൾ ഷെഡ്യൂള്, ഇൻ്റർവൽ ഷെഡ്യൂള്, റേഷ്യോ ഷെഡ്യൂൾ. ക്വസ്റ്റ്യൻ എന്താണെന്ന് മനസ്സിലാക്കണം കേട്ടോ. ഏറ്റവും ഹയസ്റ്റ് റെസ്പോൺസ് റേറ്റ് ഉള്ള എന്താണ് ഷെഡ്യൂൾ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ നോക്കാം, ഓരോന്ന് നോക്കാം. അതിൽ ഒന്നാമത്തത് ഫിക്സഡ് റേഷ്യോ അല്ലെങ്കിൽ ഇവിടെ ഫിക്സഡ് വേരിയബിള്, അതുപോലെ തന്നെ ഇൻ്റർവൽ റേഷ്യോ. ഫിക്സഡ് വേരിയബിള്, ഇൻ്റർവൽ റേഷ്യോ. ഓക്കെ, ഒരു നോക്കാം. ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നോക്കാം. ഫസ്റ്റ് റേഷ്യോ വേഴ്സസ് ഇൻ്റർവെൽ നോക്കാം. ഫിക്സഡ് വേഴ്സസ് വേരിയബിൾ, അങ്ങനെ 2ആയിട്ടാണ് നമുക്ക് ഇവിടെ മെയിനായിട്ട് കാറ്റഗറൈസ് ചെയ്യാനുള്ളത്. ഫസ്റ്റ് നമുക്ക് റേഷ്യോ വേഴ്സസ് ഇൻ്റർവെൽ. ആദ്യം നമുക്കത് നോക്കാം.
റേഷ്യോ അതിൽ കാറ്റഗറൈസ് ആദ്യം നമുക്ക് ജനറലായിട്ടൊന്ന് കാറ്റഗറൈസ് ചെയ്തിട്ട് അത് സബ്ബായിട്ട് എടുക്കാം. അതുപോലെ തന്നെ ഇത് സ്പീഡുമായി ബന്ധപ്പെട്ട ഏറ്റവും പെട്ടെന്നുണ്ടാവുന്ന റെസ്പോൺസ് റേറ്റ് ഉണ്ടാവുന്ന 2 കാര്യങ്ങൾ ഇതാണ്. ഒന്ന് റേഷ്യോയും അതുപോലെ തന്നെ ഇൻ്റർവെല്ലും. വളരെ ഫാസ്റ്റായിട്ട് അതിൻ്റെ റെസ്പോൺസ് റേറ്റ് വളരെ കൂടുതലായിരിക്കും. അതിൽ ഒന്നാമത്താണ് റേഷ്യോ ഷെഡ്യൂൾ. റേഷ്യോ ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ നമ്മളെന്താണ് ഒരു കാര്യം കൃത്യമായിട്ട് എന്ത് ചെയ്യുക, നമുക്കിപ്പോൾ ഇങ്ങനെ പറയുകയാണെങ്കിൽ റേഷ്യോ ഷെഡ്യൂൾ ഒരു എന്താണ് നമ്മൾ ഒരു ഫിക്സഡ് റേഷ്യോ അല്ലെങ്കിൽ റേഷ്യോ ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ റിവാർഡിങ് ആഫ്റ്റർ എ സെറ്റ് ഓഫ് നമ്പർ ഓഫ് ആക്ഷൻസ്. നമ്മൾ ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 10 സാധനങ്ങൾ വാങ്ങിയ 11ാമത്തെ ഫ്രീ ആണ്. അതെന്താണ് ഒരു റേഷ്യോ ഷെഡ്യൂളാണ്, അല്ലെങ്കിൽ ഇതിനെ നമ്മൾ ഫിക്സഡ് റേഷ്യോ എന്നും പറയും. ഓക്കെ, ഫിക്സഡ് റേഷ്യോ അത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ നമ്മളിപ്പോൾ എന്താ പറഞ്ഞാൽ ഒരു നിശ്ചിത സാധനം നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ ഒരു നിശ്ചിത റേഷ്യോ നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ ഇത്ര നമുക്ക് റിവാർഡായിട്ട് കിട്ടും. അത് റേഷ്യോ ഷെഡ്യൂൾ എന്ന് തന്നെ നമുക്ക് പറയാം. ഇങ്ങനെ വായിക്കുന്നത് എന്ത് ചെയ്യും, കുറച്ചും കൂടെ എന്ത് ചെയ്യണം, നമ്മളെ ഫാസ്റ്റായിട്ട് നമ്മുടെ ഒരു റീഇൻഫോഴ്സ്മെൻറ്റ് സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതിന് നമുക്കിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ എഴുതാം. റീഇൻഫോഴ്സ്മെൻറ്റ് ഈസ് given after certain correct response. ഇവിടെ നമ്മൾ 10 കാര്യങ്ങൾ നമ്മൾ എത്ര ഫാസ്റ്റായിട്ട് ചെയ്യുന്നോ അത്രയും കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് റിവാർഡായിട്ട് കിട്ടും. ഇപ്പോൾ ഇതിവിടെ നമ്മുടെ സമയമാണല്ലേ, ഇവിടെ സമയത്തിനനുസരിച്ചാണ് നോക്കുന്നത്. ഇവിടെ 10 എടുത്താൽ നമ്മൾക്ക് ഇപ്പോൾ 10 കാര്യങ്ങൾ ചെയ്താൽ ഒന്ന് നമുക്ക് സമ്മാനമായിട്ട് തരും. അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ നമ്മൾ 10 മിഠായി കഴിച്ചാൽ ഒരു മിഠായി സമ്മാനം. അപ്പോൾ 10 മിഠായി നമ്മൾ എത്ര ഫാസ്റ്റായിട്ട് കഴിക്കുന്നതോ അത്രയും ഫാസ്റ്റായിട്ട് നമുക്ക് എന്ത് കിട്ടും, ഒരു മിഠായി സമ്മാനമായിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ ഇവിടെ ശരിക്ക് ഏറ്റവും ഫാസ്റ്റ് റെസ്പോൺസ് റേറ്റ് ഉണ്ടാവുന്നത് ഈ റേഷ്യോ ഷെഡ്യൂളിലാണ്. കാരണം ഇവിടെ ടൈമിനാണെന്ത് പ്രാധാന്യം. ടൈം എത്രത്തോളം കൂടുന്നോ അതനുസരിച്ച് നമുക്ക് എന്താവും, റിവാർഡും കൂടും. ഞാൻ പറഞ്ഞ മനസ്സിലായോ? അപ്പോൾ വർക്ക് ഒരു സ്ഥാപനത്തിൽ ഇത് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് ഈ വീണ്ടും പറയുന്നത് കേട്ടോ. നമ്മൾ സമയമല്ല അവിടെ, നമ്മൾ ഒരു കൺസെപ്റ്റ് ക്ലാരിറ്റി വരുത്തിയിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ശരിക്കും നമ്മളൊരു വർക്കർ ഒരു ജോലി ചെയ്യുന്ന സമയത്ത് അയാൾക്ക് ഒരു ചെരുപ്പ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന വർക്കറാണ്. അപ്പോൾ അയാൾക്ക് സാലറിയും ഉണ്ട്, ബോണസും ഉണ്ട്. 10 ചെരുപ്പുകൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു ചെരുപ്പിൻ്റെ കൂലി ആ വ്യക്തിക്ക് കിട്ടും. ഓക്കെ, എത്ര ഫാസ്റ്റായിട്ടൊരു വ്യക്തി ആ വർക്ക് തീർക്കുന്നോ അത്രയും ഫാസ്റ്റായിട്ട് എന്ത് ചെയ്യും, ആ വ്യക്തിക്ക് ആ ബെനിഫിറ്റ് കിട്ടുമല്ലോ, റീഇൻഫോഴ്സ്മെൻറ്റ് കിട്ടുമല്ലോ. അപ്പോൾ അതെന്താണ്, ഇവിടെ ചോദ്യത്തിൽ പറഞ്ഞ പോലെ ഹൈ റെസ്പോൺസ് റേറ്റ് ആയിരിക്കും. കാരണം ആൾക്കാരെന്ത് ചെയ്യും, വേഗം ഒരുപാട് പെട്ടെന്ന് ആൾക്കാരെന്ത് ചെയ്യും, കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അതെന്ത് ചെയ്യും, അപ്പോൾ ഹൈ റെസ്പോൺസ് റേറ്റ് ഉള്ള ശരിക്കും അതിൻ്റെ ആൻസർ വരുന്നത് റേഷ്യോ ഷെഡ്യൂളാണ്. രണ്ടാമത്തത് നോക്കാം. ഇനി നമുക്ക് നോക്കുകയാണെങ്കിൽ ഇൻ്റർവെൽ ഷെഡ്യൂൾ.
ഇൻ്റർവൽ ഷെഡ്യൂൾ. ഇവിടെ എന്താണ് സമയം നമ്മൾ എത്ര പ്രാവശ്യം നമ്മൾ ഇപ്പോൾ റേഷ്യോ സ്കെയിൽ എങ്ങനെയാണ്, എത്ര പ്രാവശ്യം നമ്മൾ ചെയ്യുന്നോ, എത്ര പെട്ടെന്ന് നമ്മൾ ചെയ്യണോ അത്രയും സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യും, ആ ബെനിഫിറ്റ് കിട്ടും. ഇവിടെ ആ പ്രവർത്തിക്കാണല്ലോ പ്രാധാന്യം. ഇപ്പോൾ ചുരുങ്ങിയ സമയം കൊണ്ട് ആ പ്രവൃത്തി ചെയ്താൽ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് സമ്മാനം കിട്ടും. ഇപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ ഞാനൊരു പ്രൊഡക്റ്റ് സെയിൽ ചെയ്യുകയാണ്. ചുരുങ്ങിയ സമയം കൊണ്ട് ഞാൻ ആ പ്രൊഡക്റ്റ് വിറ്റ് കഴിഞ്ഞാൽ എനിക്ക് ചുരുങ്ങിയ സമയം കൊണ്ട് എനിക്ക് എന്തുണ്ടും, പൈസ കിട്ടും. അപ്പോൾ റേഷ്യോ ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ എത്രത്തോളം ഫാസ്റ്റായിട്ട് നമ്മൾ ചെയ്യുന്നോ അത്രയും ഫാസ്റ്റായിട്ട് നമുക്ക് ബെനിഫിറ്റ് കിട്ടും. ഇൻ്റർവൽ ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, ഒരു നിശ്ചിത ടൈം ഉണ്ടായിരിക്കും. ആ ടൈം കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, ഇവിടെ സമ്മാനം കിട്ടുള്ളൂ. റേഷ്യോ ഷെഡ്യൂളിൽ സ്പീഡിനാണ് പ്രാധാന്യം. ഓക്കെ, എത്രത്തോളം സ്പീഡിൽ ഒരു കാര്യം നമ്മൾ ചെയ്തോ അത്രത്തോളം സ്പീഡിൽ നമുക്ക് റിവാർഡ് കിട്ടാനുള്ള സാധ്യത ഉണ്ട്. റേഷ്യോ ഷെഡ്യൂൾ അങ്ങനെയല്ല, ഇവിടെ ടൈം എടുക്കും. ഇപ്പോൾ നമുക്ക് പറയുകയാണെങ്കിൽ നമുക്ക് ഷെഡ്യൂൾ ഇങ്ങനെ പറയാം. after a certain amount of time has passed. ഇവിടെ സ്പീഡ് ഒരു മാറ്റർ അല്ല. നമുക്ക് സാലറി നോക്കാം. ഒരു വ്യക്തി ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നു. ആൾ എത്ര അധികം വർക്ക് ചെയ്താലും എത്ര ചുരുങ്ങി വർക്ക് ചെയ്താലും ഒരു ദിവസം കഴിഞ്ഞാൽ അയാൾക്ക് കൂലി കിട്ടും. അപ്പോൾ ഒരു 8 മണിക്കൂർ ജോലി അയാൾക്ക് 1000 രൂപയാണ്. അയാൾ നന്നായി വർക്ക് ചെയ്താലും അയാൾ തീരെ വർക്ക് ചെയ്തില്ലെങ്കിലും അയാൾക്ക് എന്തുണ്ടാവും, ഈ 8 മണിക്കൂർ ജോലിയിൽ അയാൾക്ക് എന്തുണ്ടാവും, സാലറി കിട്ടും. അപ്പോൾ ഇതിനേക്കാളും റെസ്പോൺസ് റേറ്റ് എന്തിനേക്കാരം കൂടുതലും നമ്മൾ ആദ്യം പറഞ്ഞ ഫിക്സഡ് വേരിയബിൾ ഷെഡ്യൂളിനായിരിക്കും. കാരണം ഹൈ റെസ്പോൺസ് റേറ്റ് എത്ര പെട്ടെന്ന് നമ്മൾ ചെയ്യണോ, റേഷ്യോ ഷെഡ്യൂൾ എത്ര പെട്ടെന്ന് നമ്മൾ ആൻസർ ചെയ്യുന്നോ അതനുസരിച്ച് നമുക്ക് എന്തുണ്ടാവും, അതിൻ്റെ റെസ്പോൺസ് റേറ്റ് ഉണ്ടായിരിക്കും. പക്ഷേ വേരിയബിൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഇൻ്റർവൽ അല്ലേ, ഇൻ്റർവൽ ശരിക്ക് ടൈം ബേസ്ഡ് ആണ്. അപ്പോൾ ഒരു ടൈം പാസ്സായ ഒരു സമയം കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, അതിനുള്ള റിവാർഡ് നമുക്ക് കിട്ടുള്ളൂ. പിന്നെ അടുത്തത് ഫിക്സഡ് ഷെഡ്യൂൾ. ഫിക്സഡ് വേഴ്സസ് വേരിയബിളിൽ വരുന്നതാണ് ഫിക്സഡ് ഷെഡ്യൂൾ. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ടുള്ളൊരു ഫിക്സഡ് ആയിട്ടുള്ളൊരു ഷെഡ്യൂൾ ഉണ്ടായിരിക്കും. ആ ഫിക്സഡ് ആയിട്ടുള്ള ഷെഡ്യൂളിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, റിവാർഡ് കിട്ടുള്ളൂ. ഫിക്സഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കൃത്യം എന്താണ് ആ ഒരു പറയുകയാണെങ്കിൽ കൃത്യം 5 മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് ഓരോ റിവാർഡുകൾ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഒരു ഗെയിം കളിക്കണം 5 മണിക്കൂർ നമ്മൾ ഗെയിം കളിച്ച് കഴിഞ്ഞാൽ 5 മണിക്കൂർ കഴിഞ്ഞാൽ ഒരു റിവാർഡ് കിട്ടും. വീണ്ടും 5 മണിക്കൂർ ഗെയിം തുടർച്ചയായി കളിച്ച് കഴിഞ്ഞാൽ 5 മണിക്കൂർ റിവാർഡ് കിട്ടും. അല്ലെങ്കിൽ പലതരത്തിലുള്ള പരസ്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാറുണ്ട്. ഈ പരസ്യം 1 മിനിറ്റ് പരസ്യം കണ്ടു കഴിഞ്ഞാൽ ഇത്ര രൂപ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവും. അങ്ങനെയുള്ള ആപ്പുകളും സൈറ്റുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതെന്താണ്, ഫിക്സഡ് ഷെഡ്യൂളാണ്. ഫിക്സഡ് ഷെഡ്യൂൾ ഇത് പ്രെഡിക്റ്റബിൾ ആണ് അല്ലേ. നമ്മൾ ഒരു ഫിക്സഡ് ആയിട്ടുള്ളൊരു സമയത്തിൻ്റെ ഉള്ളിലൊരു കാര്യം നിർവഹിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, അത് റീഎൻഫോഴ്സ്മെൻ്റ് ആയി. പക്ഷേ അത് നമുക്ക് കിട്ടിയില്ലെങ്കിൽ പെട്ടെന്ന് എന്ത് ചെയ്യും, അത് നഷ്ടപ്പെട്ടു പോവും എന്നതും ശരിയാണ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, പ്രെഡിക്റ്റബിൾ ആണ്, വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഫിക്സഡ് ആണ്. അതിനാണ് നമ്മൾ നേരത്തെ ഒരു ഉദാഹരണം പറഞ്ഞത് കറക്റ്റ് സൂട്ടാവാം. നമ്മൾ ഒരു പ്രവൃത്തി ചെയ്യുന്ന സമയത്ത് ഫിക്സഡ് ആയിട്ട് ഇങ്ങനെ നമുക്കതിൻ്റെ വിശദീകരണം ഇങ്ങനെ കൊടുക്കാം. റിവാർഡിങ് ആഫ്റ്റർ എ സെറ്റ്
സെറ്റ് ഓഫ് നമ്പർ ഓഫ് ആക്ഷൻ. നമ്മൾ പറഞ്ഞു 10 കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഒന്ന് ഫ്രീ. അപ്പം നമ്മൾ 10 10 മിഠായി കഴിച്ച് കഴിഞ്ഞാൽ ഒരു മിഠായി ഫ്രീ ഒക്കെ നമുക്കതിൽ വരുന്നതാണ് ഫിക്സഡ് ഷെഡ്യൂൾ. പിന്നെ മറ്റൊന്നാണ് നമുക്ക് ഇനി പറയാനുള്ളതാണ് എന്ത്, വേരിയബിൾ ഷെഡ്യൂൾ. വേരിയബിൾ ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ നമ്മൾ റാൻഡമായിട്ട് നമ്മൾ കൊടുക്കുന്നതാണ്. ഇപ്പോൾ ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല ഇത്ര സമയത്തിൻ്റെ ഉള്ളിൽ നമുക്ക് റിവാർഡ് കിട്ടും എന്നുള്ളത്. ചിലപ്പോൾ 5 കിട്ടും, ചിലപ്പോൾ 10 കിട്ടും, ചിലപ്പോൾ 15 കിട്ടും. ലോട്ടറി എടുക്കുന്നത് ഇതിനൊരു ഉദാഹരണമാണ്. ലോട്ടറി അടിക്കുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ ആദ്യം എടുത്ത ലോട്ടറിക്ക് തന്നെ നമുക്ക് സമ്മാനം കിട്ടും. ചിലപ്പോൾ ഒരു 10 എണ്ണം കഴിഞ്ഞാലേ സമ്മാനം കിട്ടുള്ളൂ. പിന്നെ ചിലപ്പോൾ 20 എണ്ണം കഴിഞ്ഞാൽ, ചിലപ്പോൾ ഒരു 100 എണ്ണം കഴിഞ്ഞാലേ കിട്ടുള്ളൂ. നമുക്കൊരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അൺപ്രഡിക്റ്റബിൾ ആണ് വേരിയബിൾ ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ. അതിന് നമുക്കിങ്ങനെ ഇങ്ങനെ പറയാം, റിവാർഡിങ് ആഫ്റ്റർ എ അൺപ്രഡിക്റ്റബിൾ നമ്പർ ഓഫ് ആക്ഷൻ. ഇപ്പോൾ നമ്മൾ ലോട്ടറിയുടെ ഉദാഹരണം ഇതിൽ പറയാം. അപ്പോൾ ഇതൊക്കെയാണെന്ത്, ഷെഡ്യൂൾസ് ഓഫ് റീഇൻഫോഴ്സ്മെൻറ്റുകൾ ഇതൊക്കെയാണ്. അപ്പോൾ ചോദ്യം നമുക്ക് നോക്കാം. ഹൈ റെസ്പോൺസ് റേറ്റ് ഉള്ള ഷെഡ്യൂൾസ് ഓഫ് റീഇൻഫോഴ്സ്മെൻറ്റ് ഏതാണെന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നത്. ഹൈ റെസ്പോൺസ് റേറ്റ് ഉള്ള ഷെഡ്യൂൾസ് ഓഫ് റീഇൻഫോഴ്സ്മെൻറ്റ് റേഷ്യോ ഷെഡ്യൂളാണ്. കാരണം എന്താണ്, ഇവിടെ നമ്മൾ എന്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്, നമ്മളിവിടെ പറഞ്ഞു സ്പീഡിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. എത്രയും സ്പീഡ് കൂടുന്നോ അത്രയും റിവാർഡ് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ആൾക്കാരെന്ത് ചെയ്യും, ആളുകൾ പെട്ടെന്ന് ഇതിനെ റെസ്പോണ്ട് ചെയ്യും. ബാക്കിയുള്ളതൊന്നും അത്ര പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇതൊരു ഒപ്റ്റിക്കൽ ഇല്യൂഷനുമായി ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ഇതിൽ കുറേ കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഭാഗം ഇന്ന് ജസ്റ്റ് ഡിസ്കസ് ചെയ്യാം, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിലും ഡിസ്കസ് ചെയ്യാം. ഇതേപോലെ തന്നെ പ്രധാനപ്പെട്ടൊരു ഭാഗമാണ് ഈ ഒപ്റ്റിക്കൽ ഇല്യൂഷനുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ. ഇതൊക്കെ ഒരു ഇൻ്റർ ഡിസിപ്ലിനറി ക്വസ്റ്റ്യനാണ്. മൂൺ ഇല്യൂഷൻ ഫിസിക്സിലൊക്കെ വരുന്ന ഒരു കൺസെപ്റ്റാണ്. ശരിക്കും നമ്മൾ സൈക്കോളജിയിലും ഇതിൻ്റെ ഭാഗമായിട്ട് കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഈ മൂൺ ഇല്യൂഷൻ എന്ന് പറഞ്ഞാൽ സാധാരണഗതി ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ചന്ദ്രനെ നോക്കുന്ന സമയത്ത് നമ്മൾ ചന്ദ്രൻ ഉദിച്ച് വരുന്ന സമയത്ത് നമ്മൾ നോക്കുമ്പോൾ ചന്ദ്രൻ നമുക്ക് വലുതായിട്ട് കാണാൻ കഴിയും. പക്ഷേ നമ്മൾ ചന്ദ്രന് ആകാശത്ത് നേരെ മുകളിൽ വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യും, ചന്ദ്രൻ ചെറുതായിട്ട് കാണാൻ കഴിയും. അതെന്തുകൊണ്ടാണ് അങ്ങനെ? ശരിക്ക് ചന്ദ്രൻ ചെയ്യുമ്പോൾ വലിപ്പം തന്നെയാണല്ലോ. ഇത് ഇവിടെ ഒപ്റ്റിക്കൽ ഇല്യൂഷനാണ് ശരിക്കും. മൂൺ ഇല്യൂഷൻ എന്നതിന് പറയും ഒപ്റ്റിക്കൽ ഇല്യൂഷൻ. നമ്മളെ ബ്രെയിനും നമ്മൾ കാണുന്ന കാഴ്ചയും നമ്മളെ ബ്രെയിനും തമ്മിൽ വരുന്ന ഡിഫറൻസാണ് ശരിക്കും ഈ മൂൺ ഇല്യൂഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ മെയിൻ കാരണം സൈസ് ഡിസ്റ്റൻസ് സ്കെയിലിംഗ് ആണ്. നമ്മളെ ബ്രെയിനിൻ്റെ ഒരു പ്രവർത്തനമാണ് ശരിക്കിത്. നമ്മളൊരു ഒരു കാര്യം കാണുന്ന സമയത്ത് നമ്മൾ ബ്രെയിൻ അതിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നു എന്നതിൻ്റെ ബേസിലാണ് ഈ ഒപ്റ്റിക്കൽ ഇല്യൂഷൻ നടക്കുന്നത്. ഒപ്റ്റിക്കൽ ഇല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആദ്യം ജസ്റ്റ് ഒന്ന് നോക്കാം. ഇതിനെക്കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, വിശദമായിട്ടൊന്ന് പഠിക്കണം കേട്ടോ. നമുക്ക് ഒപ്റ്റിക്കൽ ഇല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. അത് ശരിക്കും നമ്മളെ കണ്ണും ബ്രെയിനും തമ്മിൽ ഒരു ട്രിക്കാണ്, പ്ലേഡ് ബൈ ഒരു ട്രിക്ക്. നമ്മൾ എക്സാമ്പിൾ ഇങ്ങനെ പറയാം. ഇറ്റ്സ് എ ട്രിക്ക് പ്ലേഡ്
by our EYs and brain. It happens when you see do not match the actual reality. ഒപ്റ്റിക്കൽ ഇല്യൂഷൻ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മളെ കാണുന്നതും അതിൻ്റെ റിയാലിറ്റിയും സെയിം അല്ലാത്ത അവസ്ഥയ്ക്ക് ഒപ്റ്റിക്കൽ ഇല്യൂഷൻ എന്ന് പറയും. ഇപ്പോൾ നമ്മൾ റെയിൽപാളൊക്കെ നോക്കുന്ന സമയത്ത് റെയിൽപാളം ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ലൈൻ ഇങ്ങനെ തോന്നും അല്ലേ, ദൂരം ഇങ്ങനെ വരുന്നത്. അത് ശരിക്ക് ദൂരം കൂടുന്നതനുസരിച്ച് ഈ ലൈനിൻ്റെ അടുപ്പ് ഇങ്ങനെ കൂടി വരുന്നത് തോന്നും. അത് ശരിക്കും നമ്മളൊരു തോന്നലാണ്. ശരിക്ക് ലൈൻ ഇങ്ങനെ തന്നെയാണ് പോകുന്നത്. പക്ഷെ നമ്മൾ ദൂരം കൂടുമ്പോൾ ഈ ലൈൻ ഇങ്ങനെ റെയിൽപാളത്തിൻ്റെ ലൈൻ ഇങ്ങനെ ആവണതാണ്. ഇതൊരു തരത്തിലുള്ള മറ്റൊരു തരത്തിലുള്ള ഒപ്റ്റിക്കൽ ഇല്യൂഷനാണ്. അപ്പോൾ മൂൺ ഇല്യൂഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും സൈസ് ഡിസ്റ്റൻസ് സ്കെയിലിംഗ് ഇല്യൂഷനാണ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് ഇവിടെ ഒന്ന് എഴുതി വെക്കാം. നമ്മൾ ആദ്യം എന്ത് ചെയ്യും, നമ്മൾ എന്താണ് ചന്ദ്രനെ കാണുന്ന സമയത്ത് ചന്ദ്രനെ നമുക്ക് ഒരേപോലെയാണ് നമ്മളെ കണ്ണിൽ പതിയുക. നമ്മൾ എന്താണ് ഉദിക്കുന്ന സ്ഥലം, അതായത് പർവ്വതങ്ങൾക്കിടയിലൂടെ മരങ്ങൾക്കിടയിലൂടെയൊക്കെ ചന്ദ്രനെ കാണും. അതേ വലുപ്പത്തിൽ തന്നെ നമ്മൾ നേരെ അന്തരീക്ഷത്തിൽ നോക്കുമ്പോഴും കാണാം. ഇവിടെ നമ്മൾ ചന്ദ്രനെ എന്താണ് പർവ്വതങ്ങളിലൂടെ ഹൊറിസോണിൽ നോക്കുന്ന സമയത്തിൽ, അതായത് എന്താണ് ഈ ഉദിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഉദിച്ചു വരുന്ന സമയത്ത് നോക്കുന്ന സമയത്ത് നമുക്കെന്തുണ്ട്, നമുക്കവിടെ മൗണ്ടെയിന്, അതുപോലെ മരങ്ങൾ, വീടുകൾ, ഇതൊക്കെ കാണൂലേ. അപ്പോൾ ഇതൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ഡിസ്റ്റൻസ്, ഈ മരങ്ങളുടെയും അതുപോലെ തന്നെ പർവ്വതങ്ങളുടെയും ഒക്കെ ഡിസ്റ്റൻസ് നമ്മൾ ഓട്ടോമാറ്റിക് നമുക്ക് അളക്കാൻ പറ്റും. നമ്മൾ കണ്ണിനത്, ബ്രെയിനത് മനസ്സിലാക്കാനുള്ള, അനലൈസ് ചെയ്യാനുള്ള ഒരു കോഗ്നിറ്റീവ് എബിലിറ്റി ഉണ്ട്. അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ചന്ദ്രൻ്റെ അളവും എന്താണ് മനസ്സിലാക്കിയിട്ട് അത് ചന്ദ്രനെ കൂടുതൽ വലുതാക്കി കാണിക്കുകയാണ് ശരിക്കും ചെയ്യുന്നത്. എന്നാൽ ഇവിടെ അന്തരീക്ഷത്തിലേക്ക് നേരെ മുകളിലേക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യൂല, നമുക്കത് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ സാധനങ്ങളൊന്നും ഉണ്ടാവില്ല. അതായത് വീടുകളോ മരങ്ങളോ അതുപോലെ തന്നെ പർവ്വതങ്ങളോ ഒന്നും അന്തരീക്ഷത്തിൽ നേരെ മുകളിലേക്ക് നോക്കിയാൽ ഉണ്ടാവില്ലല്ലോ, തലക്ക് മുകളിലുണ്ടാവില്ല, അതൊക്കെ സൈഡിലേക്ക് നോക്കുന്ന സമയത്തല്ലേ ഉണ്ടാവുക. അപ്പോൾ നമുക്കത് മറ്റൊന്നുമായി കമ്പയർ ചെയ്യാൻ, അതിൻ്റെ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാനും സൈസും ഡിസ്റ്റൻസും കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് അതേപോലെ തന്നെ നമുക്ക് കാണാൻ കഴിയും. മറ്റൊന്നുമായിട്ട് ഡിസ്റ്റൻസ് കമ്പയർ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യണം, ഈ ചന്ദ്രനെ, ഈ ഉദിച്ചു വരുന്ന ചന്ദ്രനെ എത്രയും വലുപ്പത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അതാണ് ഈ ഒപ്റ്റിക്കൽ ഇല്യൂഷനിൽ വരുന്ന മൂൺ ഇല്യൂഷൻ എന്ന കൺസെപ്റ്റ് വിശദീകരിക്കുന്നത്. ഇവിടെ ഒരുപാട് കാര്യങ്ങൾ, കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. നമുക്കിതൊന്നും പഠിക്കാനുള്ള ഡിസ്കസ് ചെയ്യാൻ കഴിയില്ല. പക്ഷേ ഞാൻ എന്ത് ചെയ്യാം, ടേംസ് പറഞ്ഞുതരാം. നിങ്ങൾ ടേംസ് എന്ത് ചെയ്യണം, ഇന്ന് നിങ്ങൾ പോയിട്ട് റെഫർ ചെയ്യണം. ഇത് പ്രധാനപ്പെട്ടതാണ് കേട്ടോ. പ്രധാനപ്പെട്ട ചില ഇല്യൂഷൻസ് ആണ് പറയുന്നത്. ഒന്ന് സൈക്കോളജിക്കൽ, ഇതൊന്ന് വിശദീകരിക്കണം എന്ന് വിചാരിച്ചതാണ്, നമുക്കതിനുള്ള സമയം കിട്ടിയില്ല. ഫിസിയോളജിക്കൽ ഇല്യൂഷൻ. ഇത് എക്സ്പെക്റ്റ് ചെയ്യുന്നൊരു ചോദ്യമാണ്, ഫിസിയോളജിക്കൽ ഇല്യൂഷൻ. അത് സിമ്പിളാണ്, നമുക്ക് ഗൂഗിൾ ചെയ്താൽ കിട്ടും, വലിയ ബുദ്ധിമുട്ടൊന്നുമല്ല. രണ്ടാമതാണ് കോഗ്നിറ്റീവ് ഇല്യൂഷൻ. നിങ്ങൾ നിർബന്ധമായിട്ട് നോക്കണം. മൂന്നാമത്തത്, അതിൻ്റെ PPT ഞാൻ ഗ്രൂപ്പിൽ, ഈ കോഗ്നിറ്റീവ് ഇല്യൂഷനിൽ 3 കാര്യങ്ങൾ നിങ്ങൾ നോക്കണം. ഒക്കെ വിശദീകരിക്കാം എന്ന് കരുതി നോട്ടൊക്കെ സെറ്റാക്കി വെച്ചതായിരുന്നു. പക്ഷെ അത് നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ ഇതിനെക്കുറിച്ച് എന്തുണ്ടാവും, ഒരു ധാരണയും കൂടെ കിട്ടും. ഈ PPT ഞാൻ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഷെയർ ചെയ്യുകയും ചെയ്യാമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ചോദ്യങ്ങൾ കിട്ടുകയും ചെയ്യും. ഇതൊക്കെ തിയറികളാണ് കേട്ടോ. ഇല്യൂഷൻ, മുള്ളറിൻ്റെ
മുള്ളർ ലെയർ ഇല്യൂഷൻ. ബി അതുപോലെ തന്നെ ചെക്കർ ഷാഡോ ഇല്യൂഷൻ. ഒക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. ഇല്യൂഷൻ. സി അതുപോലെ തന്നെ കിൻസ ട്രയാങ്കിൾ. സോറി കൻസ എന്നാട്ടോ, കൈൻസ ട്രയാങ്കിൾ. പിന്നെ അടുത്ത ഇല്യൂഷനാണ് മൂന്നാമത്തത് ലിറ്ററൽ ഇല്യൂഷൻ. ഇതൊന്നും ഈ ക്വസ്റ്റ്യനിലുള്ളതല്ല, പക്ഷേ ഈ ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഭാഗങ്ങളാണ്. അപ്പോൾ ഈ 3 ഇല്യൂഷൻസും നിങ്ങൾ നോക്കണം. ഈ 3 ഇല്യൂഷനിൽ കൊഗ്നിറ്റീവ് ഇല്യൂഷൻ ചോദിക്കാൻ വളരെ പ്രധാനപ്പെട്ട സാധ്യതയുള്ള ഒരു ഭാഗമാണ്. അതിൽ 3 തരത്തിലുള്ള ഇല്യൂഷൻസ് പറയുന്നുണ്ട്. മുള്ളർ ലെയർ ഇല്യൂഷന്, ദ ചെക്കർ ഷാഡോ ഇല്യൂഷൻ, ദ കെയ്ൻസ ട്രയാങ്കിൾ. അങ്ങനെ 3 എണ്ണം. ഇതൊക്കെ എളുപ്പമാണ്, അത്ര വലിയ ബുദ്ധിമുട്ടുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള സങ്കീർണമായിട്ടുള്ള ചോദ്യങ്ങളൊന്നുമല്ല. നിങ്ങൾ നോക്കണം എന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ വിചാരിച്ചതായിരുന്നു. നമുക്ക് സമയം കിട്ടാത്തതുകൊണ്ടാണ് അത് എന്ത് ചെയ്ത് ഡിസ്കസ് ചെയ്യുക. അതിപ്പോൾ തുടങ്ങി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനും കഴിയില്ല. അപ്പം ഇത്രയാണ് നമുക്കിന്ന് വളരെ കുറച്ച് ചോദ്യങ്ങളെ ഡിസ്കസ് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളൂ. ശരിക്കും ഇത് നമ്മൾ ഫസ്റ്റ് ചോദിച്ച ചോദ്യം, ഇതിൽ ഒരുപാട് പ്രാവശ്യം ഒരുപാട് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള ഒരു ടോപ്പിക്കാണ് ഈ ഒപ്പറൻറ്റ് കണ്ടീഷനിങ് എന്ന് പറഞ്ഞ BF സ്കിന്നറിൻ്റെ ക്വസ്റ്റ്യൻ. പല പ്രാവശ്യം പല തരത്തിലുള്ള ചോദ്യങ്ങൾ ഇതിൽ നിന്ന് കണ്ടിട്ടുണ്ട്, പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ കൺസെപ്റ്റ് വളരെ പ്രധാനപ്പെട്ടാണ്, നിങ്ങൾ നോക്കും വേണം. രണ്ടാമത്തെ ഈ ഒപ്റ്റിക്കൽ ഇല്യൂഷനിലുള്ള ഈ 3 എണ്ണം നിങ്ങൾ എന്ത് ചെയ്യും വേണം, ജസ്റ്റ് ഒന്ന് നോക്കും വേണം. അപ്പോൾ ഇതുവരെ പറഞ്ഞതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാം, ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. പങ്കെടുത്ത എല്ലാവർക്കും നന്ദി.